ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. NCC കേഡറ്റുകൾക്കായി ജില്ലാതല തുഴച്ചിൽ യാത്ര സംഘടിപ്പിച്ചു. 65 കേഡറ്റുകൾ തുഴച്ചിൽ യാത്രയിൽ പങ്കെടുത്തു. തേവള്ളിയിൽ ആരംഭിച്ച യാത്ര ആലപ്പുഴ പാതിരാമണൽ പക്ഷി സംരക്ഷണ കേന്ദ്രത്തിലാണ് അവസാനിച്ചത്. NCC തേവള്ളി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ G. സുരേഷ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കുട്ടികൾക്കായി ചലച്ചിത്രാസ്വാദന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആശ്രമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 60ഓളം കുട്ടികൾ പങ്കെടുത്തു. നിലവാരമുള്ള ചലച്ചിത്രാസ്വാദനം കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 ദിവസം നീളുന്ന ചലച്ചിത്രാസ്വാദന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുട്ടികൾക്കൊപ്പം ക്ലാപ്പടിച്ച് കളക്ടർ N. ദേവിദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രകലയുടെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള ക്ലാസുകൾ, ക്ലാസിക് ചലച്ചിത്രങ്ങളുടെ പ്രദർശനം, ചലച്ചിത്ര മേഖലയിലെ പ്രതിഭകളുമായുള്ള ആശയവിനിമയം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടത്തി. ഹ്രസ്വചിത്ര പ്രദർശനം, സംവാദം എന്നിവയും സംഘടിപ്പിച്ചു. ഗ്രാമീണ മേഖലയിലെ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എന്നിവയ്ക്ക് മാലിന്യ സംസ്കരണത്തിന് റേറ്റിംഗ് ഏർപ്പെടുത്തി. സ്ഥാപനത്തിലെ മാലിന്യ പരിപാലനവും അവയുടെ ശാസ്ത്രീയ സംസ്കരണവും വിലയിരുത്തിയാണ് റേറ്റിംഗ് നൽകുക. കേന്ദ്ര ടൂറിസം വകുപ്പും സ്വച്ഛ് ഭാരത് മിഷനും ചേർന്നാണ് ഗ്രീൻ ലീഫ് റേറ്റിംഗ് നൽകുന്നത്. ഇതിനായി ഓൺലൈൻ പോർട്ടലും ഏർപ്പെടുത്തി. സംസ്ഥാന വനിതാ കമ്മീഷൻ ജില്ലയിൽ അദാലത്ത് സംഘടിപ്പിച്ചു. ആശ്രാമം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ അദാലത്തിൽ കമ്മീഷൻ അംഗങ്ങൾ പങ്കെടുത്തു. അദാലത്തിൽ ആകെ 105 കേസുകൾ പരിഗണിച്ചതിൽ 31 തീർപ്പാക്കി. റിപ്പോർട്ടുകൾ ലഭിക്കുന്നതിനായി 6 പരാതികൾ വിവിധ വകുപ്പുകൾക്ക് കൈമാറി. 68 പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിലേക്ക് മാറ്റി. വേനലും വരൾച്ചയും ജില്ലയിലെ കാർഷിക മേഖലയിൽ വലിയ കെടുതികൾ വിതച്ചു. വരൾച്ച മൂലം 746 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചു. 4500ഓളം കർഷകരുടെ വിളകളെയാണ് വരൾച്ച ബാധിച്ചത്. ഏറ്റവും അധികം നാശമുണ്ടായത് വാഴകൃഷിക്കാണ്. 2,20,000-ലധികം വാഴകളാണ് വരൾച്ചയിൽ വാടിയത്. ഇതിലൂടെ 11.47 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കുകൾ. 4000-ലധികം വാഴ കർഷകരെ വരൾച്ചയുടെ കെടുതികൾ ബാധിച്ചു. കുരുമുളക്, തെങ്ങ്, പച്ചക്കറി എന്നീ കൃഷികളെയും വരൾച്ച തളർത്തി. വേനൽ മഴയുടെ കുറവും അന്തരീക്ഷ താപനില ഉയർന്നതുമാണ് വിളനാശത്തിന് ഇടയാക്കിയത്. വേനൽ മഴയിൽ 50% കുറവാണ് ഇക്കുറി ഉണ്ടായത്. കഥാപ്രസംഗ ശതാബ്ദി കരുനാഗപ്പള്ളിയിൽ ആഘോഷിച്ചു. കഥാപ്രസംഗമെന്ന ജനകീയ കലാരൂപം അരങ്ങേറിയതിന്റെ 100 വർഷം തികയുന്ന വേളയിൽ കുമാരനാശാൻ സർഗഗായതിയുടെ നേതൃത്വത്തിലാണ് കഥാപ്രസംഗ ശതാബ്ദിയും കുമാരനാശാൻ സ്മൃതിയും സംഘടിപ്പിച്ചത്. മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. 50 വർഷം പിന്നിട്ട കാതികരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കഥാപ്രസംഗങ്ങളുടെ അവതരണവും നടന്നു. ഓച്ചിറക്കളിക്ക് മുന്നോടിയായി ഓണാട്ടുകരയിലെ കളരികളിൽ കളരിപൂജയും പരിശീലനവും ആരംഭിച്ചു. 1 മാസം നീളുന്ന പരിശീലനത്തിന് ശേഷമാണ് ഓച്ചിറക്കളി. കളരികളിൽ വ്രതാനുഷ്ഠാനത്തോടെയാണ് ആശാന്മാർ യോദ്ധാക്കളെ ഓച്ചിറക്കളിയുടെ അടവുകളും ചുവടുകളും പയറ്റും പരിശീലിപ്പിക്കുന്നത്. വായ്ത്താരിയോടെയാണ് കളരി അഭ്യാസം. ഇടവം 1 കളരികളിൽ വിളക്ക് തെളിയിച്ച് കളരി പൂജ നടത്തി. തുടർന്ന് ആയുധപൂജയ്ക്ക് ശേഷം ദക്ഷിണ സമർപ്പിച്ച് കളിയാശാന്മാരിൽ നിന്നും ആയുധങ്ങൾ ഏറ്റുവാങ്ങി യോദ്ധാക്കൾ പരിശീലനം ആരംഭിച്ചു. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിലെ കളരികളിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. കളരികളിലെ 1 മാസത്തെ പരിശീലനത്തിന് ശേഷം മിഥുനം 1, 2 തീയതികളിൽ കളിസംഘങ്ങൾ ഓച്ചിറ പടനിലത്ത് പരബ്രഹ്മസന്നിധിയിൽ ഓച്ചിറക്കളി നടത്തും. നഴ്സസ് വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നഴ്സസ് ദിന റാലി ജില്ലാ നഴ്സിംഗ് ഓഫീസർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാഘോഷത്തിന്റെ ഭാഗമായി നഴ്സിംഗ് ജീവനക്കാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കലാകിരീടം ട്രാവൻകൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിന് ലഭിച്ചു. കൊല്ലം ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിനാണ് 2ാം സ്ഥാനം. ജീവനക്കാർക്കായി സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിൽ പുനലൂർ താലൂക്ക് ആശുപത്രി 1ാം സ്ഥാനവും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 2ാം സ്ഥാനവും നേടി. ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനാചരണം ജില്ലയിൽ നടത്തി. സാമൂഹിക പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാമെന്ന ഇത്തവണത്തെ സന്ദേശത്തിന്റെ പ്രചരണത്തിനായി കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.